ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇതിപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നാണ് നമ്മൾ ബോട്ടിൽ പോകണം. അപ്പം അന്ന് പോകുന്ന പറഞ്ഞത് ക്യാൻസലായി, നേരം വൈകി പോകാൻ. അപ്പോൾ ഇന്ന് നമുക്ക് ബോട്ടിലേക്ക് പോകുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റത്തെ 2 വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. നമുക്ക് ബോട്ടിൽ പിടിക്കാം. നമ്മളിപ്പോൾ ക്രാങ്ക് ഉള്ള സ്ഥലത്തേക്ക് പോകാൻ ഗൈസ്. അപ്പോൾ ബസ്സിൽ കയറി പോവും നമ്മൾ. അപ്പോൾ പനാർസിനിക്ക് നമ്മൾ മെട്രോയിൽ വന്നു. ബുങ്കിറ്റ് ബണ്ടാഗിന്ന് മെട്രോ കയറി പനാർസിനിക്ക് വന്നു. ഇവിടെ വന്നിട്ട് നമുക്ക് ബസ് പിടിച്ച് പോകണം. അപ്പം ഇനി നമുക്ക് ക്രാങ്ങിലെത്തിയിട്ട് കാണാം. ഓക്കെ, ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബസ്സിലെത്തി. ടൂറിസ്റ്റ് ബസ്സാണ്. ബസ്സൊക്കെ ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇനി 1.5 മണിക്കൂർ ഈ ബസ്സിലായിരിക്കും ക്രാങ്കിലേക്ക് പോകണമെങ്കിൽ. അത് അടുത്ത ബസ് പോകുന്നു. അപ്പോൾ നമുക്ക് ഇനി ക്രാങ്കിലെത്തിയിട്ട് കാണാം കേട്ടോ. വലിയ വലിയ ജയിൻ്റ് വലിയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എന്തോ മാളാന്ന് തോന്നുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ ബോട്ടിലേക്ക് കയറുമ്പോൾ ഫോണൊന്നും പുറത്തേക്ക് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പം ഞങ്ങൾ ബോട്ടിൽ കയറി. ഈ സ്പീഡ് ബോട്ടിൽ പോകുമ്പോൾ ഞങ്ങളെല്ലാവരുടെയും മുടി നന്നായി പറക്കുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ എന്തോ എടുക്കാൻ വേണ്ടി നിർത്തിയിട്ടേക്കാ, എടുത്തിട്ട് തിരിക്കുന്നുണ്ട്. ഇവിടെ പകുതി മുക്കാൽ സ്ഥലത്ത് 2 സൈഡ് നോക്കി ഇങ്ങനെ കുഞ്ഞു 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 വീടുകളും ഇങ്ങനെ കെട്ടിടം പോലത്തെ വീടുകളൊക്കെയാ.
അപ്പോൾ ബോട്ടൊക്കെ അത് ലാൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങാൻ പോവാട്ടാ. ഫ്രണ്ട്സ്, ഈ കല്ല് പോലെ എടുക്കുന്ന മൊത്തം രണ്ടാണ്, ഒരു ലോഡിലുണ്ട് കേട്ടോ. തിരിച്ചു പിടിക്കാൻ തിരിച്ചു പിടിക്കാനാ തിരിച്ചു പിടിക്കാനും തിരിച്ച അവരോ ഇതൊരു സാധനം ക്വാല ശരിക്കേ ഇപ്പുറത്തല്ലേ വരണ്ടേ പുലാവു എന്തോരനുണ്ടോ നോക്കിയേ അവിടത്തെ ഫ്രണ്ട്സ്, ഇവിടെ രണ്ട് സൈഡിലും നോക്കിയാൽ നമുക്ക് വേറെ കുറേ സൂപ്പർ മാർക്കറ്റുകൾ അങ്ങനെയൊക്കെ കാണാം. പിന്നെ നമുക്ക് റെന്റിനായിട്ട് കുറേ ബൈക്കുകൾ കാണാം. ഇതാണ് ഈ ഐലാൻഡിലത്തെ റോഡ്. ഈ സൈഡിൽ കാണുന്ന ബൈക്കുകളൊക്കെ റെന്റിങ്ങിനാണ്. അപ്പോൾ ഇതിൽ നമ്മളെ ബാക്കിലേക്ക് കൊണ്ടുപോകും. ഇവിടെ കൂടുതൽ രണ്ട് ഫ്രൈ ആയിരിക്കും. കൂടുതൽ പിന്നെ ഇതൊരു സ്ട്രീറ്റ് പോലെയല്ലേ വണ്ടിയിൽ പോണ ഗ്രാമം. ഇതാണ് മലേഷ്യക്കാരുടെ വീട്. നമ്മളിപ്പോ ഒരു ഹോട്ടലിലേക്ക് വന്നേക്കാണ് ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ. അയ്യോ, ദുരിയാൻ്റെ നാട്ടം ഭയങ്കര നാട്ടാ. ഇവിടെ കുറെ വണ്ടികൾ റെന്റിനുണ്ട്. ഇങ്ങനത്തെ ഒരു സാധനം എനിക്ക് വാങ്ങണം കേട്ടോ മേ. പെണ്ണുങ്ങൾ വരെ ഇവിടെ പോയി കുടിക്കുക. എന്തോ മല പക്ഷേ ഇത് എനിക്കൊന്നും മനസ്സിലാവില്ല. മെഞ്ഞാമ്പാട്ടു ജുബ്ലി പേരക് പെമറിന്താൻ സു ആരെങ്കിലും ഒന്നും ഒരാൾ മെഞ്ഞാമ്പോട്ട് ജൂബ്ലി പെരാക്ക് പെമറാന്തിൻ സുൽത്താന ലാബാദില്ലു അബ്ദുൽ അസീസ് ഷാ. അസീസ് ഷാ എന്നുള്ളത് ആരാത്? ഷാജഹാൻ. ഇപ്പൊ ഫുഡ് കഴിക്കാൻ നമ്മൾ തിരിച്ചതേ കടയ്ക്കനെ പോയിക്കൊണ്ടിരിക്കുന്നു ഫ്രണ്ട്സ്. അയ്യോ, ഇപ്പൊ വണ്ടിനെ ഇടിച്ചാല് ഞാൻ കാലക്ക് ഇങ്ങനെ ഇട്ട് നിൽക്കായിരുന്നു. ഹേ, ഇതല്ല ഭംഗി. ഫ്രണ്ട്സ്, ഇവിടെ നൂഡിൽസ് ഇല്ലാണ്ട് നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നൂഡിൽസ് ഇല്ലാന്ന് അവർക്ക് അവിടെ ഇംഗ്ലീഷ് അറിയില്ലാന്ന്. അപ്പൊ ചിത്തപ്പനും മലയാളം അറിയില്ല. അപ്പൊ വേറെ കടയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അത് നൂഡിൽസ് ഇല്ലാന്ന് മനസ്സിലായി.
ഫ്രണ്ട്സ് വീണ്ടും തിരിച്ചു പോയി പുതിയൊരു കടയ്ക്ക് ജോൺസൺ എന്ന് പറഞ്ഞ കടയ്ക്ക് പോവാണ്. ഈ കടയിൽ അവസ്ഥ ചോദിച്ചേ. ഇപ്പൊ നമ്മൾ വേറെ ഏതൊരു ജോൺസൺ എന്ന് പറഞ്ഞ കടയ്ക്ക് പോവാ. എനിക്ക് തോന്നുന്നു ഇതാ കടാന്ന്. I think this is a hotel. Oh, yeah. ഈ കടക്കനെ വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നു ഫ്രണ്ട്സ്. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് നൂഡിൽസും പിന്നെ ചിക്കൂനി നാസി ആയ ഫ്രൈഡ് റൈസും ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ലെമൺ ജ്യൂസ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എനിക്ക് കഴിച്ചിട്ടുണ്ട്. എനിക്ക് കൂടി ഇതിന്റെ പ്രശ്നമാണ്. ഫുഡ് കഴിച്ച് ഞങ്ങളിപ്പോ തിരിച്ചു പോവാൻ നിക്കാട്ടാ. ബോട്ടിന്റെ ബോട്ടിൽ പോയാലും ഈ ബോട്ടിൽ പോയാലും നമുക്ക് അടുത്ത വരുന്നുണ്ട് കേട്ടാ. എന്തോരം ബോട്ടുകളാ വരണേ. ഇതിപ്പോ 18ാമത്തെ ബോട്ട്. 8,000 നേരം. ഞാൻ കൂടി 20 സെന്റ്. ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് ബോട്ടിലേക്ക് പോവാണ്. 4:30ക്കാണ് തിരിച്ച് ബോട്ട് വരാൻ. ഇപ്പൊ 4:15. 20ാമത്തെ ബോട്ട് എത്രയോ പോയി കഴിഞ്ഞു അല്ലേ. ഞാൻ കുറച്ച് ഫോട്ടോ ഷൂട്ടിങ്. ബോട്ടുകളൊക്കെ ഹൈ സ്പീഡാണ് പോലെ. എന്താ സ്പീഡായിരുന്നു. വരുമ്പോ എന്റെ മുടിയൊക്കെ പറന്നായി. നമുക്ക് തിരിച്ചു പോണം. തിരിച്ചു പോയി 6 മണിയാകുമ്പോ വീട്ടിലെത്തുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഫുൾ ഞണ്ടുകളാ. ഞണ്ടെന്ന് വെച്ചാൽ ഞണ്ട്. ബോട്ട് എത്തിയിട്ട് നമുക്ക് പോണം. കനിയത്ത് വെള്ളം കൂടണം. നേരത്തെ നോക്കുമ്പോ വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വെള്ളം ഇതാ അവിടൊക്കെ വെള്ളം കയറി. ബോട്ട് ഹൈ സ്പീഡാവനെ. അതൊക്കെ കാടാണ്. കാട്ടുവാസികൾ ജീവിക്കുന്ന കാട്. ബൈക്കിൽ തട്ടി സ്പീഡൊന്നും പ്ലെയിന് പോലെ ഇങ്ങനെ പറക്കണേ. കൊറേ ബോട്ടുമുണ്ട്. കൊറേ കുട്ടികള് എല്ലാരും ആൾക്കാര് കൂടിക്കൊണ്ടിരിക്കുക. അമ്മ എൻ്റെ അടുത്ത് സംസാരിച്ചു ഇംഗ്ലീഷിൽ. ഇത് അങ്ങോട്ട് മറ്റേ ബോട്ടിന് അത്ര സ്പീഡ് ഉണ്ടാവില്ല. പക്ഷെ മറ്റേ ബോട്ട് ഞങ്ങളുടെ മുടിയൊക്കെ ഗ്രാവിറ്റി പോലെ ആയിരുന്നു. ഗ്രാവിറ്റി പോലെ വേണ്ട. ബൈക്കൊക്കെ ഉള്ളിൽ തന്നെ ഓടിച്ചോണ്ടിരിക്കുന്നത്. അപ്പടന്ന് ഒരു ബോട്ട് സ്പീഡിൽ പെടച്ച് വരുന്നുണ്ട്. ഇടിച്ചാ ഏത് ഫ്ലാഗാ അത് ശരിക്കും കാണണില്ല. അപ്പൊ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. വരുന്നത്ര ബോട്ടിൽ സ്പീഡ് ഉണ്ടായിരുന്നില്ല പോകുമ്പോ.
ഫ്രണ്ട്സ്, ഇവിടെ കുറേ വലിയ വലിയ ബോട്ട്, ചെറിയ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറേ ഉണ്ട്. പിന്നെ കുറേ നമുക്ക് കാട് പിടിച്ച പോലത്തെ ദ്വീപുകൾ കാണാം, ഐലാൻഡുകൾ, അതിന് ഉള്ളു വഴി കൂടെ ഒക്കെ ഉള്ളത്. പിന്നെ കടലുകളുടെ നടുക്ക് തന്നെ ഓരോരോ ഇത് ഇങ്ങനെ ബാമ്പു വെച്ച് കെട്ടിയ വീടുകളൊക്കെ. ഇടയിലെ പോകണം ഉള്ള പുറത്ത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ക്ലാങ് പോർട്ടിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ബസ്സിൽ കയറി, പിന്നെ അവിടെ നിന്ന് പോയി ട്രെയിൻ കയറി നമ്മളങ്ങനെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ബോട്ടിൽ നിന്ന് വന്നു. ഇനി നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് പോകണം കേട്ടോ. ഇപ്പം നമ്മൾ ലിറ്റിൽ ഇന്ത്യ എന്നുള്ള ബസ് സ്റ്റോപ്പിലേക്ക് പോവാം. അവിടെ നിന്ന് ഇനി അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. പിന്നെ നമുക്ക് വീട്ടിലെത്തിയിട്ട് കാണാം. നമ്മളപ്പോൾ ഫോറിൻ ബസ്സിലെത്തിയിട്ടാണ്. ഈ ബസ്സിൽ തന്നെ ആദ്യമായിട്ടാണ് കാരണം. ഫ്രണ്ട്സ്, ഇപ്പൊ ബസ് എടുത്ത് വന്നിട്ട് പിന്നെ റോക്കറ്റ് കൊണ്ടാണ്. ഇപ്പൊ സിഗ്നലിൽ നിർത്താം. പുതിയ വണ്ടി എടുക്കുന്നുണ്ട്. വണ്ടി എടുത്തല്ലേ പറയും ഫ്രണ്ട്സ്. അപ്പോൾ ബസ്സൊക്കെ എടുത്ത് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി 1 മണിക്കൂർ ഈ ബസ്സിലാണ്. റോക്കറ്റ്
ബസ്സൊക്കെ ഇറങ്ങി നമ്മൾ പസാർസിനിയിലെത്തി. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിക്ക് ഉറങ്ങി ഞങ്ങൾ. അപ്പോൾ നമ്മൾ ഇനി മെട്രോ സ്റ്റേഷനിലേക്ക് പോയിട്ട് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകണം. അതിനാണോ ബസ് കഴിച്ചാണ്? ഇനി നമ്മൾ വീണ്ടും ട്രെയിൻ കയറി നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ അവിടേക്ക് പോകണം. പിന്നെ നമുക്ക് അപ്പാർട്ട്മെന്റിൽ പോയിട്ട് കാണാം. ബസ് തായ്ലൻഡ് ഓർ മലേഷ്യ വരെ പോകുന്ന ബസ്. ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ മെട്രോയിലാണ് കേട്ടോ. ബുക്കിറ്റ് ബിൻഡാഗിലല്ലേ നമുക്ക് ഇറങ്ങണ്ടേ? ബുക്കിറ്റ് ബിൻഡാഗിൽ ഇറങ്ങണല്ലേ? ബുക്കിറ്റ് ബിൻടാങ് എന്നുള്ളൊരു സ്ട്രീറ്റിലാണ്. അവിടെ ഭയങ്കര തിരക്കാണ്. കുറൂമിന് ഒരു പാവയാണ് കേട്ടാ ഫ്രണ്ട്സ്. ബുക്കിറ്റ് ബിൻടാങ് എന്നുള്ള ഒരു പോപ്പുലർ സ്ട്രീറ്റ് ആണ്. അമ്മ എനിക്ക് ഫോട്ടോ എടുക്കണം കേട്ടാ. മറ്റേ പൂപ്പുവിന്റെ ഒപ്പം തന്നെ ഫോട്ടോ എടുത്തില്ല. എടുപ്പിക്കിടക്ക് ഫ്രണ്ടിന്ന് കേട്ടിപ്പിടിക്കും. തൊടവീടി വേനെടുക്കും. കുറൂമിയുടെ ബാക്കിൽ തന്നെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഓടി. മറിച്ചിടോ കെട്ടിപ്പിടിച്ചിട്ട് വരെ ഇങ്ങനെ പാടിക്കണ്. ടാറ്റ പറയ്, ഉമ്മ കൊടുക്ക്. ബാ മുകളിൽ നോക്കിയാൽ നമ്മുടെ 3D പോലത്തെ സ്ക്രീൻ കാണാം. ഇനി നമ്മൾ അടുത്ത മെട്രോക്ക് കയറാൻ പോവാണ്. അടുത്തത് എങ്ങനെ ചിത്തപ്പാ?
ബുക്കിറ്റ് ബിൻഡാങ്കിന്ന് വേറൊരു സ്ഥലത്തേക്ക് നമ്മൾ കയറാൻ പോയാൽ അപ്പൊ നമ്മൾ ഞാൻ അടുത്ത മെട്രോ കയറാൻ പോവാണ്. എന്നിട്ട് നമ്മൾ അപ്പാർട്ട്മെന്റിലെത്തും. അമ്മ ബുക്കിറ്റ് ബിൻഡാങ്കിന്ന് എങ്ങനെ പോണം നമ്മള്? അമ്മ ബുക്കിറ്റ് ബിൻഡാങ്കില് എവിടെയാ? ഇവിടെ പോണ്ട് ബുക്കിറ്റ് ബിൻഡാങ്കിന്ന്. ബുക്കിറ്റ് ബിൻഡാങ്കിന്ന് നമ്മൾക്ക് ഇമ്പിയിലേക്ക് പോകാനുള്ള ട്രെയിനാണ് വരുന്നത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് കോയിൻസ് എടുക്കണം. കോയിൻസ് എടുത്ത് ഇതിന് കയറി അവിടെ ട്രെയിൻ ഉണ്ട്, ട്രെയിനിൽ കയറി പോകണം. ഉദ്ദേശിച്ചപ്പോൾ അവിടെ കോയിൻസ് എടുത്തോണ്ടിരിക്കുക. ഇവിടെതാ KL സെൻറ്റർ തുൻ സംഭാരൻ്റെ മഹാരാജാലയിലെ ഇങ്ങനെയാണ് ഇമ്പി. നമ്മൾ ബുക്കിറ്റ് ബിൻഡാങ്കി ബുക്കിറ്റ് ബിൻഡാങ്കിയിൽ MR5 ഇമ്പിയിലേക്ക് പോകണം. ഇവിടെ ബുക്കിറ്റ് ബിൻഡാങ് ഇമ്പി. അപ്പോൾ ഒരു സ്റ്റേഷൻ അത് കഴിഞ്ഞ് ഹങ്ട്വ മഹാരാജാലയിലെ തുൻ സംഭാരൻ്റെ KL സെൻറ്റർ ടിറ്റ്വിൻ ചോക്കിറ്റ് മെഡൽ ത്വാങ്ക ബുക്കിറ്റ് നനാസ് രാജാച്ചുളാൻ. ഇവിടെയും ബുക്കിറ്റ് ബിൻഡാങ് ഇത് രണ്ടും ഇവിടെ നിന്ന് അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെന്റ് അടുത്തെത്തിയിട്ടാ. ഇതെന്ത് മാളം അത് ഉണ്ട്? അതിങ്ങനെ പറഞ്ഞേ വരുന്നോക്ക്. റോളർ കോസ്റ്റർ ഏതാവും ആള് വരെ പോയില്ല നമ്മൾ. എന്തായാലും പോയി നോക്കാം. പോണെങ്കിൽ വീഡിയോയിലുണ്ടാവും. നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകാം. വലിയ വലിയ അപ്പാർട്ട്മെന്റ് അല്ലേ ഇവിടെ. ഇത് ഫുള്ള് റെസ്റ്റോറൻറ്റ്സാ. ഈ അപ്പാർട്ട്മെന്റിൽ 17ാമത്തെ നിലയിലാണ് നമ്മുടെ വീട്. ഇതൊക്കെ റെസ്റ്റോറൻറ്റാണ്. ഇതൊക്കെ റെസ്റ്റോറൻറ്റ്, ചൈനീസ് റെസ്റ്റോറൻറ്റ്സ്. ഇതിങ്ങനത്തെ ഒരു സാധനം എനിക്ക് വാങ്ങിത്തരൂ. അമ്മോട് തൂക്കിട്ടാണ്ട് വീടിൻ്റെ മുമ്പിൽ തൂക്കിട്ടാണ്. എവിടെ ഞാൻ കണ്ടില്ല. മലേഷ്യൻ പൊടി എൻ്റെ തല മുട്ടുക കൂടി. എന്താ ചോദിക്കുന്നു? എന്തോ ചൈനയിൽ റെസ്റ്റോറൻറ്റ്, നമ്മുടെയൊക്കെ റെസ്റ്റോറൻറ്റ് ലൂഡിങ്ജി പേര് നോക്കില്ലേ? ലൂഡിങ്ജി അടുത്തടുത്തത് നോക്കൂ. ഹത്താൻ ഈ സൂപ്പർ മാർക്കറ്റിൽ 24 ജാമിനാണ്. നമ്മുടെ അപ്പാർട്ട്മെന്റിലത്തെ ബാൽക്കണിയിൽ നോക്കിയാൽ ട്വിൻ ടവറും കാണും. അതെ, അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡ്രൈവിംഗ് സൂപ്പർ. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെന്റ്. അപ്പോൾ ഇവിടെ ഒരു ജ്യൂസ് കടയുണ്ട്, അതിനപ്പുറത്ത് തന്നെ ഒരു സൂപ്പർ മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.
ബൈ ബൈ. ഇവിടെ തന്നെ ജ്യൂസ് കട ഉണ്ട്. അപ്പുറത്തൊരു മിനി സൂപ്പർ മാർക്കറ്റും ഉണ്ട്. മിനി സൂപ്പർ മാർക്കറ്റ് അപ്പാർട്ട്മെന്റിലെത്തി ചിത്തപ്പേരുണ്ട് ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെയിറ്റ് ചെയ്തിരിക്കുക.